ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഗൂഗിളിൻ്റെ പിക്സൽ 9 Pro XL ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു റീസൈക്കിൾഡ് ആയിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിനകത്ത് ഫോൺ വരുന്നുണ്ട്, ദെൻ USB ഡാറ്റ കേബിൾ, യൂസർ മാനുവൽസ്, സിം ഇജക്ടർ, ഇത്രയാണ് ഈ ഒരു ബോക്സ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ആണ്. സോ ഫോൺ നമ്മൾ അൺബോക്സ് ചെയ്തു, ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തു. ഫസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് വർഷമായിട്ട് കാത്തിരുന്നൊരു പിക്സലിൻ്റെ ഡിസൈനാണ് ഈ ഒരു ഫോണിൽ. ഐഫോണിൻ്റെ ഒക്കെ പോലെ വളരെ ബോക്സി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഐഫോൺ ആണെന്നേ പറയുള്ളൂ. ഇനി ഇൻ ഹാൻഡ് ഫീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ് ഈ ഒരു ഫോൺ. 6.8 ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഫോൺ ഒട്ടും ബൾക്കി ആയിട്ട് തന്നെ തോന്നുന്നില്ല. അതിന് മെയിനായിട്ട് റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൗണ്ടഡ് കോർണേഴ്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ സാംസങ് S24 S23 ഒക്കെ നോക്കുകയാണെങ്കിൽ ഷാർപ്പായിട്ടുള്ള കോർണേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഫോൺ അത്ര വലിയ സൈസോ ബൾക്കി ആയിട്ടോ നമുക്ക് പോക്കറ്റിൽ ഇടുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. സൂപ്പർ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണത്. നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഔട്ട്ഡോറിലൊക്കെ നല്ല ബ്രൈറ്റ്നെസ് കിട്ടുന്നുണ്ട്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1344p ഡിസ്പ്ലേ ആണ് ഇത് വരുന്നത്. ഒരു 1440 പിക്സൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊരു Quad HD ഡിസ്പ്ലേ എന്ന് വിളിക്കായിരുന്നു. S24 Ultra ഒക്കെ 1440p ആണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിസ്പ്ലേനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് സ്പീക്കേഴ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ഫോൺ എടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫ്രണ്ട് സ്പീക്കേഴ്സ് വരുന്നത് വളരെ ലോങ് ആയിട്ടുള്ളൊരു സ്പീക്കർ വെൻ്റാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇൻ കമ്പാരിസൺ ഐഫോണിലൊക്കെ വളരെ ചെറിയ സ്പീക്കർ വെൻ്റാണ് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സ്പീക്കർ വെൻ്റ് കണ്ടപ്പോൾ ഞാനൊരു സൂപ്പർ ക്വാളിറ്റി ഓഡിയോ ആണ് ഞാൻ ഈ ഒരു ഫോണിൽ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഐ വാസ് ടോട്ടലി റോങ്. കാരണം ഞാൻ ഈ ഒരു ഫോണിൽ സ്പീക്കേഴ്സിൽ കുറച്ച് വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് നോക്കി. എനിക്ക് അത്രയും ഗുഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അതാണ് സ്പീക്കർ ക്ലാരിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഈ ഫോണിൻ്റെ UI കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണ എല്ലാ പിക്സലിലും വരുന്ന പോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു പിക്സൽ UI ആണ്. വേറെ ബ്ലോട്ട്വെയർ ആപ്സ് ഒന്നുമില്ല. ഫോൺ നല്ല സ്മൂത്ത് ആണ്. ഈവൻ ദോ പെർഫോമൻസ് ബെഞ്ച് മാർക്സ് ഒക്കെ കുറച്ച് ഡൗൺ ആണെങ്കിലും ഈ ഒരു ഫോണിൻ്റെ UI പെർഫോമൻസ് വളരെ സ്മൂത്ത് ആണ്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജിലേക്ക് വരാം. സ്റ്റോറേജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, പിക്സൽ ഇപ്പോഴും യൂസ് ചെയ്യുന്ന പഴയ UFS 3.1 സ്റ്റോറേജ് ആണ്. ഇപ്പോഴത്തെ മിക്ക ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും UFS 4 ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴും ഗാലറിയൊക്കെ വ്യൂ ചെയ്യുമ്പോഴൊക്കെ ഫാസ്റ്റായിട്ട് ഇമേജസ് ഒക്കെ ലോഡ് ആവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസ്ക് പെർഫോമൻസ് തന്നെ വേണം. ഈ ഒരു ഫോൺ ഞാൻ ബെഞ്ച് മാർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റീഡ് സ്പീഡ് അറൗണ്ട് ഒരു 1400 ആണ്. റൈറ്റ് സ്പീഡ് ഒരു 500 ബിലോ ആണ് കിട്ടിയത്. കമ്പയർഡ് ടു ദീസ് ഐഫോണിലൊക്കെ നമുക്കൊരു 1000 എബോ റൈറ്റും 1500 അറൗണ്ട് റീഡും കിട്ടുന്നുണ്ട്. ഇനി സാംസങ്ങിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് 2000+ ആണ് റീഡ് റൈറ്റും ഒക്കെ കിട്ടുന്നത്. അടുത്ത നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് നോക്കാം. എൻ്റെ പേഴ്സണലി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫോണിൻ്റെ ക്യാമറ എന്നുള്ളത്. ഞാൻ സാധാരണയായിട്ട് എൻ്റെ മിക്ക ഫോണിലും പ്രൈമറിൽ യൂസ് ചെയ്യുന്ന ഒരു ക്യാമറ ആയിട്ടാണ്, ഫോണായിട്ടല്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ ടെസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം പുറത്തൊക്കെ കൊണ്ടുപോയിട്ടൊരു വേരിയിങ് ആയിട്ടുള്ള ലൈറ്റ് കണ്ടീഷൻസിൽ ഫോട്ടോസൊക്കെ എടുത്തു നോക്കി. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് കാണിക്കാനായിട്ട് ഞാൻ കുറച്ച് സാമ്പിൾ ഫോട്ടോസ് കാണിക്കാം. അഗൈൻ ഈ ഒരു ഫോൺ കമ്പയർ ചെയ്യേണ്ടത് S24 Ultra അല്ലെങ്കിൽ ഐഫോണിൻ്റെ Pro സീരീസ് ഒക്കെ ആയിട്ടെന്ന് എനിക്കറിയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിലുള്ളത് iPhone 15 ആണ്. സോ ഞാൻ ഇതായിട്ട് കമ്പയർ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. പിന്നെ എനിക്ക് ഈ ഒരു ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ അൾട്രാ വൈഡ് ലെൻസാണ്. ഓൾമോസ്റ്റ് ആ ഒരു മെയിൻ സെൻസറിൻ്റെ അതേ ക്വാളിറ്റി തന്നെ അൾട്രാ വൈഡ് ലെൻസിന് കിട്ടുന്നുണ്ട്. ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം മറ്റുള്ള ബ്രാൻഡ് ഫോണുകളിലൊക്കെ ശരിക്കും നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ടെലിഫോട്ടോയും അൾട്രാ വൈഡും മിക്ക ബ്രാൻഡുകളും വളരെ ക്വാളിറ്റി കുറഞ്ഞ ലെൻസാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫോണിൽ മൂന്നും സിമിലർ ആണ്. ഈവൻ ദോ ടെലിഫോട്ടോ കുറച്ച് അത്രയും ഗുഡ് അല്ലെങ്കിലും സ്റ്റിൽ ടെലിഫോട്ടോ ലെൻസിലെടുക്കുന്ന ഫോട്ടോസൊക്കെ എനിക്ക് സാംസങ്ങിനൊക്കെ വെച്ച് നോക്കുമ്പോൾ മച്ച് ബെറ്റർ ആയിട്ട് തോന്നിയായിരുന്നു. അത്യാവശ്യം നല്ലൊരു ബൊക്കെ എഫക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റിയും ഉണ്ട്. ഔട്ട്ഡോറിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസാണ് ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസിൽ വരുന്നത്. ഈ ടെലിഫോട്ടോ ലെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസിൽ നിങ്ങൾക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഐഫോണിലൊക്കെ നിങ്ങൾക്ക് 3x അല്ലെങ്കിൽ 5x ലെൻസിനകത്ത് പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ബൊക്കെ എഫക്റ്റ് കിട്ടും. ഇത് മിക്ക റിവ്യൂസിൽ ആരും പറയാത്തൊരു കാര്യമാണ്. ഇതിൻ്റെ മെയിൻ ലെൻസ് വരുന്നത് 1/1.3 ഇഞ്ചാണ്. മിക്കവാറും എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും, അതായത് ഐഫോണിൻ്റെ Pro സീരീസിലും S24 Ultrയിലൊക്കെ വരുന്ന സെയിം സെൻസർ സൈസ് തന്നെയാണ് ഈ ഒരു ഫോണിലും വരുന്നത്. പക്ഷേ കുറച്ചും കൂടി വലിയൊരു സെൻസർ ഞാൻ കുറേ നാളായിട്ട് പിക്സൽ ഫോണുകളിൽ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഷാമിയുടെ 14 സീരീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 1 ഇഞ്ച് സെൻസറാണ് അവർ യൂസ് ചെയ്യുന്നത്. ഈ മാക്രോ മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത്ര സാറ്റിസ്ഫാക്ടറി അല്ല ഈ ഒരു ഫോണിൻ്റെ മാക്രോ പെർഫോമൻസിൽ. പ്രാക്ടിക്കലി യൂസബിൾ അല്ലാത്ത വളരെ തിന്നായിട്ടുള്ള ഒരു ഡെപ്ത് ഓഫ് ഫീൽഡാണ് ഈ ഒരു പിക്സൽ ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക മാക്രോ ഫോട്ടോസിലും ആ ഒരു സൈഡ് കുറച്ച്
കുറച്ച് ബ്ലറായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്ത് നോക്കി, മിക്ക ഫോട്ടോസിലും പാർഷ്യലായിട്ട് ബ്ലറായി പോകുന്നുണ്ട്. അതുപോലെ ഒരുപാട് ക്ലോസ് ആയിട്ട് സബ്ജക്റ്റ് ഫോക്കസും ആവുന്നുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 1.5 മുതൽ 2 സെൻറ്റിമീറ്റർ മിനിമം ഡിസ്റ്റൻസ് കൊടുത്താലേ മാക്രോ ലെൻസ് ഫോക്കസ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത് മിക്ക റിവ്യൂസിലും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ പോർട്രേറ്റ് മോഡ് അത്ര പെർഫെക്റ്റ് അല്ല, എഡ്ജ് ഡിറ്റക്ഷൻ. അതുകൊണ്ട് തന്നെ പല പോർട്രേറ്റ് ഫോട്ടോസിലും സൈഡും കോർണേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിസ്സായി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊരു സ്പെക്സ് ഒക്കെ വയ്ക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങളുടെ ഒരു സ്പെക്സിൻ്റെ സൈഡൊക്കെ കട്ടായി പോകും. അപ്പോൾ നിങ്ങൾ സ്ഥിരം ഡെയിലി പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഫോട്ടോസിലും ഇങ്ങനെയൊരു ഇംപെർഫെക്ഷൻ പെട്ടെന്ന് എടുത്ത് കാണിക്കും. പിന്നെ വലിയൊരു സെൻസർ ആയതുകൊണ്ട് തന്നെ പോർട്രേറ്റ് മോഡ് യൂസ് ചെയ്തില്ലെങ്കിൽ നാച്ചുറലായിട്ട് ഈ ലെൻസിന് ചെറിയൊരു ബൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലോസപ്പ് ആയിട്ടുള്ള ലൈറ്റ് ഒബ്ജക്ട്സും മാക്രോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ ബൊക്കെ കിട്ടും. ഈ നൈറ്റ് മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിക്സൽ നൈറ്റ് മോഡ് വേറെ ലെവലാണ്. ഫോട്ടോസ് ആർ സോ ഗുഡ് ആക്ച്വലി. നിങ്ങൾ കൂടുതൽ നൈറ്റിലൊക്കെ ട്രാവൽ ചെയ്ത് പുറത്തൊക്കെ പോയിട്ടൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ പിക്സലായിരിക്കും നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫോൺ. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ പിക്സൽ വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യും. നമ്മുടെ ഫേസിൽ ആ ഒരു കളർ ടോൺസ് ഒക്കെ സ്റ്റിൽ പ്രിസർവ് ചെയ്തിട്ടാണ് ഇമേജസ് പ്രോസസ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോയ്സും റിലേറ്റീവ്ലി കുറവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വൈഡ് ആംഗിൾ ലെൻസിൻ്റെ പെർഫോമൻസ് വേറെ ലെവലാണ്. അത് മാത്രമല്ല ഐഫോണിലൊക്കെ നൈറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ മിക്ക ഫോട്ടോസും ഒന്നില്ലെങ്കിൽ ബ്ലറായി പോകും അല്ലെങ്കിൽ ഓവർ ഡാർക്കായി പോകും. പക്ഷേ പിക്സലിൽ എങ്ങനെയൊക്കെ എടുത്തിട്ടും ഈവൻ മൂവിങ് സബ്ജക്ട്സ് ആണെങ്കിൽ കൂടി നൈറ്റിൽ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. കളറൊക്കെ നല്ല അടിപൊളി വേറെ ലെവലാണ്. പിന്നെ ഞാൻ കുറച്ച് മൂൺ ഫോട്ടോസൊക്കെ ട്രൈ ചെയ്തായിരുന്നു. ട്രൈപോഡിൽ മാക്സിമം സൂം ലെവലിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്ന ഫോട്ടോസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലും ബെറ്റർ ആയിട്ടൊരു മൂൺ ഫോട്ടോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അൺലെസ് ആ ഒരു സോഫ്റ്റ്വെയർ എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ വരുവാണെങ്കിൽ. ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ടൈമാണ്. ഏകദേശം ഒരു 4 മിനിറ്റ് ഒക്കെ എടുക്കും ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട്. ഇത്രയും ടൈമൊക്കെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും വെയിറ്റ് ചെയ്ത് വെക്കുക? ദാറ്റ് ഈസ് ലൈക്ക് റിഡിക്കുലസ്. ഇത്രയും ടൈം കൊണ്ടൊക്കെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഔട്ട് ഓഫ് ദി വേൾഡ് പിക്ചർ കിട്ടുന്നതാണ്. പക്ഷെ ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ പിക്സൽ 3 എടുത്ത ആ ഒരു ക്വാളിറ്റി ആസ്ട്രോ ഫോട്ടോസ് ഒന്നും ഈ ഒരു ഫോണിൽ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ കൊടുക്കുന്ന ഓവറോൾ സ്കോർസ് ഇതൊക്കെയാണ്. എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയ കുറച്ച് ഏരിയാസ് എന്ന് വെച്ചാൽ പോർട്രേറ്റ്, മാക്രോ, അതുപോലെ തന്നെ വീഡിയോസ് ആണ്. നിങ്ങൾ സ്ഥിരമായിട്ട് പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ സാംസങ് അല്ലെങ്കിൽ ഐഫോൺ എടുക്കുന്നതായിരിക്കും. കാരണം ഈ ഒരു പോർട്രേറ്റിൽ ഈ ഒരു ബ്ലറിൻ്റെ ഇഷ്യൂ ഒരുപാട് നാളായിട്ട് പിക്സൽ ഫോണുകളിലുള്ളതാണ്. ഇതുവരെ അത് ഫിക്സ് ആയിട്ടില്ല. പിന്നെ എനിക്ക് ഈ ഒരു ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ പവർ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഷട്ടർ സൗണ്ട് വളരെ കുറവാണ് ഐഫോണിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഐഫോണായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് 2 നെഗറ്റീവ്സ് കൂടി പറയാനുണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിങ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഐഫോണിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ അതിൻ്റെ വാം വേണോ കൂൾ വേണോ എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഫോട്ടോഗ്രാഫിക് സ്റ്റൈലും. അതുപോലെ തന്നെ നമുക്ക് പോർട്രേറ്റ് മോഡിൻ്റെ ബ്ലറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് പലപ്പോഴും പിക്സലിലൊക്കെ എടുക്കുന്ന ഫോട്ടോസിൻ്റെ ബ്ലർ കുറച്ച് ഓവറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോ ഫോട്ടോസ് മാനുവലി പോയിട്ട് എഡിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പിന്നെ പലരും പിക്സലിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഷട്ടർ ലാഗ്. ഫോട്ടോസ് എടുക്കുന്ന കുറച്ച് സ്ലോ ആണെന്നൊക്കെ നമുക്ക് തോന്നും. ഇപ്പോൾ ഐഫോണിൻ്റെ ഒക്കെ പല റിവ്യൂസിൽ നമ്മൾ കാണുമ്പോൾ ഷട്ടർ ബട്ടണിൽ കുറേ നേരം പ്രസ് ചെയ്ത് പിടിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോസ് എടുക്കും. പക്ഷേ പിക്സലിൽ അങ്ങനെയല്ല. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഐഫോണിൽ ഫോട്ടോസ് എടുക്കുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടാണ് ക്യാമറയുടെ ഷട്ടർ തുറന്നടയുന്നത് പിക്സൽ ഫോണുകളിൽ. ഓൾമോസ്റ്റ് ഒരു ഡബിൾ സ്പീഡിലാണ് പിക്സൽ ഫോണുകൾ ഫോട്ടോസ് എടുക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കത് സ്ലോ ആയിട്ട് തോന്നുമെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഫോണിൻ്റെ ഷട്ടർ സ്പീഡ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൂവിങ് സബ്ജക്ട്സിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഐഫോണിനേക്കാളൊക്കെ മച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു പിക്സലിൽ കിട്ടും. ഒട്ടും തന്നെ ആ മോഷൻ്റെ ബ്ലറൊന്നും വരുന്നില്ല. ഇനി സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ മിക്ക ഫീച്ചേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈൻഡ് ഇൻ ആയിരിക്കണം, അല്ലെങ്കിൽ പെയ്ഡ് പ്ലാൻ വേണം എന്നൊക്കെയുള്ളതാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം. ഫോട്ടോസൊക്കെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് മാത്രമേ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഐഫോണിലൊക്കെ നമുക്ക് നോർമലി ഇപ്പോൾ എടുത്തൊരു ഫോട്ടോ വരെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. എഗെയിൻ ഇത് പ്യുവർലി ഓഫ്ലൈൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ പിക്സലിനകത്ത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ പോയിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെർച്ച് റിസൾട്ട്സ് സ്ലോ ആണ്. ഇപ്പോൾ ഐഫോണിലൊക്കെ നമ്മൾ ഗാലറിയിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പ്യുവർലി ഓഫ്ലൈൻ ആയിട്ടാണ് ഒരു സെർച്ച് നടക്കുന്നത്. അത് നമുക്ക് ഫോട്ടോസിനകത്ത് ടെക്സ്റ്റ് അടക്കം നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസിനകത്ത് നിന്ന് ടെക്സ്റ്റും ഫോൺ നമ്പറൊന്നും കോപ്പി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് സാംസങ് ഫോണുള്ള ഐഫോണിലൊക്കെ ഒരുപാട് നാളായിട്ടുള്ള ഒരു ഫീച്ചറാണ്. വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പക്ഷേ ഇത് പിക്സലിൽ എപ്പോഴും വന്നിട്ടില്ല. നമ്മൾ എന്തെങ്കിലും സബ്ജക്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫോണിലൊരു ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ഒക്കെ സിമ്പിളായിട്ട് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല ഐഫോണിനകത്തൊക്കെ നമ്മൾ കൈകൊണ്ട് എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് വരെ നമുക്ക് ഇതുപോലെ ഇത്തരത്തിൽ കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫെയർ ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് പിക്സൽ ഫോണുകളിൽ കിട്ടുന്നത്.
ഐഫോണിന്റെയും സാംസങ്ങിന്റെ അത്രയൊക്കെ ആ ഒരു ക്വാളിറ്റി ഷാർപ്നെസ് ഒന്നും പിക്സലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇത്രയും നേരം നമ്മൾ ഈ ഒരു റിവ്യൂ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഐഫോൺ 15 സിനിമാറ്റിക് മോഡിലാണ്. ഈ ഒരു സെക്ഷൻ മാത്രം നമ്മൾ പിക്സൽ 9 പ്രോയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഡേ ടൈം വീഡിയോസ് ഒക്കെ പിക്സലിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ കിട്ടുന്നുണ്ട്. കാരണം ഗൂഗിളിന്റെ ഒരു ഫോട്ടോസിലൊക്കെ കിട്ടുന്ന ആ ഒരു കളേഴ്സും ആ ഒരു സെയിം പ്രോസസ്സിംഗ് തന്നെയാണ് വീഡിയോസിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പിക്സൽ കളേഴ്സ് വീഡിയോയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്റെ മുഖത്തൊക്കെ എത്രത്തോളം കോൺട്രാസ്റ്റ് വരുന്നുണ്ടെന്നുള്ളത്. അവർ ഫോട്ടോസിൽ അപ്ലൈ ചെയ്യുന്ന അതേ കോൺട്രാസ്റ്റ് തന്നെയാണ് വീഡിയോസിൽ അപ്ലൈ ചെയ്യുന്നത്. കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ലൈറ്റിംഗ് കണ്ടീഷൻസ്, അതുപോലെ തന്നെ ലോ ലൈറ്റ് ഒക്കെ വരുമ്പോൾ പിക്സൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതാണ് ആ വീഡിയോസ് എടുക്കാനായിട്ട്. ഇനി മറ്റു ഹാർഡ്വെയർ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു തെർമോമീറ്റർ വരുന്നുണ്ട്. സത്യത്തിൽ എന്തിനാണ് ഒരു ഫോണിനകത്ത് തെർമോമീറ്റർ വെച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല. പക്ഷേ അത്യാവശ്യം നിങ്ങൾക്ക് തെർമോമീറ്റർ ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്, പനിയൊക്കെ വരുമ്പോൾ ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു തെർമോമീറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റീഡിംഗ്സും വാല്യൂസും ഒക്കെ വളരെ ആക്യുറേറ്റ് തന്നെയാണ്. ഇനി ഒരു ഫോൺ വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ് ഫൈനൽ ക്വസ്റ്റ്യൻ. നമ്മുടെ ഇന്ത്യൻ പ്രൈസിങ് അറൗണ്ട് ഒരു 1 lakhന് അബവ് വരുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസ്. ആ ഒരു പ്രൈസിന് വാങ്ങാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ ഔട്ട് ഓഫ് ഇന്ത്യ പുറത്തുനിന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറൗണ്ട് ഒരു 75,000-80,000 പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഈ ഒരു ഫോൺ നല്ലൊരു വാല്യൂ ഫോർ മണി ആയിരിക്കും. എഗൈൻ ഈ ഒരു ഫോൺ പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ വാറണ്ടി കിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എപ്പോഴും. പുതിയതായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ കമന്റ് ചെയ്തിട്ട് പിൻ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഐഫോണൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ക്യാമറ ക്വാളിറ്റിക്കും ഡിസ്പ്ലേ ക്വാളിറ്റിക്കും വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്സലിലേക്ക് സ്വിച്ച് ചെയ്യാം. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളിലും പിക്സൽ ഐഫോണിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡൗൺ ഗ്രേഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എഗൈൻ നിങ്ങളൊരു ആപ്പിൾ എക്കോസിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും സ്വിച്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നിങ്ങൾക്ക് ആ ഒരു എക്കോസിസ്റ്റത്തിൽ കിട്ടുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ആൻഡ്രോയിഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ലോസ് ആവുന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ അഫിലിയേറ്റ് ലിങ്ക്സ് വെച്ചിട്ട് മേടിക്കാം. ഞാനത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ കമന്റ്സിലോ പിൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിക്സലൊക്കെ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും പുതിയ ഇൻട്രസ്റ്റിംഗ് ഗാഡ്ജറ്റ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.